എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് ഹർജിയിൽ സൂചന. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപണം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ അതിക്രൂരൻ എന്ന പെൺകുട്ടിയുടെ പിതാവ്. മകൾക്കുണ്ടായത് ക്രൂരമായിട്ടുള്ള പീഡനം. ഹൈക്കോടതി റദ്ദാക്കിയ കേസിൽ പുനരന്വേഷണം സാധ്യത തേടി പോലീസ്. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ. ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. വെടിനിർത്തൽ ഇന്ന് രാത്രി മുതൽ 60 ദിവസത്തേക്ക്. സന്തോഷകരമായ തീരുമാനമെന്ന് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും. മണിപ്പൂർ സംഘർഷവും അദാനി വിഷയവും പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാതെ ചർച്ചയാക്കാൻ കേരള MP മാർ. വഖഫ് ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് ചേരും. മഴ ജാഗ്രതയിൽ തമിഴ്നാട്. തമിഴ്നാട്ടിൽ കനത്ത മഴ. 2 ജില്ലകളിൽ റെഡ് അലർട്ട്, 10ലധികം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് 4 വർഷം വിലക്ക്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ നടപടി. പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനാൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലും പരിശീലകനാകുന്നതിലും വിലക്ക്. കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള തൃപ്തിയുമില്ല, അതിൽ ആശങ്കയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. CPIM നേതാവ് പ്രതിയായിട്ടുള്ള കേസിൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയെ കുടുംബം സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണം തന്നെ വേണം. ഒപ്പം തന്നെ ഈ മരണത്തിൽ നിലവിൽ ആത്മഹത്യ എന്ന് സംശയിക്കുക അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയതിൽ തങ്ങൾക്ക് അവിശ്വാസമുണ്ട്